നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ കുഞ്ഞ്, എനിക്ക് അവളെ വേണം. കുഞ്ഞുമണി, ഇങ്ങനെ സങ്കടപ്പെടാതെ കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താം. അമ്മ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? പ്രത്യേകിച്ച് ശങ്കരമ്മാവൻ ഇവിടെ ഇല്ലാതിരുന്ന സ്ഥിതിക്ക്. എന്റെ പൊന്നുമോളെ, ഞാൻ അടുക്കളയിൽ നിൽക്കുമായിരുന്നു. പുറത്തെന്തോ വീഴുന്ന ശബ്ദം കേട്ടു. കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് തൊട്ടില് നോക്കിയപ്പോഴാ. ശങ്കരമ്മാവനെയാ പറയേണ്ടത്. ഈ സമയത്തൊരു തീർത്ഥാടനം. ദൈവത്തിന് നന്ദി പറയാൻ ഇത്രയും പ്രശ്നങ്ങളുടെ നടുക്കാൻ നിൽക്കുന്നെന്നുള്ള ബോധം വേണ്ടേ? കുഞ്ഞുമണിയെ കിട്ടിയതോടെ ശങ്കരേട്ടൻ ആളാകെ മാറി. നമ്മുടെ പ്രാർത്ഥന ദൈവം നടത്തി തരുമ്പോ നന്ദി പറയേണ്ടത് നമ്മുടെ കടമയല്ലേ? അതിനാ ശങ്കരേട്ടൻ പോയത്. എല്ലാം വേണം, പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർന്നിട്ട് മതിയായിരുന്നു അമ്മാവന്റെ യാത്ര. ഇതിപ്പോ ഒരു തീരെ സങ്കടമായില്ലേ? ഇനി ഇതേപ്പറ്റി നമ്മൾ തമ്മിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അടുത്ത വഴി നോക്കണ്ടേ? പോലീസ് എന്തു പറഞ്ഞു? അന്വേഷിക്കാം എന്ന് പതിവ് പല്ലവി പറഞ്ഞു കാണുമല്ലേ? നീ ഇങ്ങനെ കരഞ്ഞൊരുക്കി തീരുവൊന്നും വേണ്ട. കുഞ്ഞിനെ തിരിച്ചു കിട്ടും. മാഷേട്ടൻ ജീവനോടെ ഈ ഭൂമിയിലില്ലേ? ഞാൻ വീണ സമയം നോക്കി അവര് കൃത്യമായി കുഞ്ഞിനെ കടത്തി. ഇന്ന് രാവിലെയും കൂടി വിളിച്ചു പറഞ്ഞത് കുഞ്ഞിനെ സൂക്ഷിക്കണമെന്ന്. എന്നിട്ടും എനിക്ക് കഴിഞ്ഞില്ലല്ലോ മാഷേട്ടാ. പോവാൻ ഇറങ്ങിയിട്ട് ഇവള് തിരിച്ചു കയറിയതാ. ഇന്ന് പോന്നില്ലെന്നും പറഞ്ഞ് ഞാനാ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്. അതിങ്ങനെയാവും ആര് കരുതി? സങ്കടപ്പെടാതെ അമ്മ, ഇതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. നഷ്ടപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അല്ലേ? എന്നാലും എന്റെ മോളെ, എന്റെ ശ്രദ്ധക്കുറവുണ്ടല്ലേ? അങ്ങനൊന്നും കരുതണ്ടമ്മേ. കുഞ്ഞിനെ തട്ടിയെടുക്കണമെന്ന് തീരുമാനിച്ചവര് അതിനേത് വഴിയും നോക്കും. ഇന്ന് പൊന്നുമണി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ചിലപ്പോ കുഞ്ഞിനെ കൊണ്ടുപോയേനെ. ഒരു കടല് നീന്തിക്കടന്ന് വന്നവളല്ലേ നീ? നീ ഇങ്ങനെ തളരാതെ. നിന്നെ തിരിച്ചു പിടിക്കാൻ നിന്റെ മാഷേട്ടന് കഴിഞ്ഞെങ്കിൽ നിന്റെ കുഞ്ഞിനെയും കണ്ടെത്തിക്കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ വെച്ച് തരും. നീ ധൈര്യമായിട്ടിരിക്ക. ശരത്ത് അവൻ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ. പിന്നെ അല്ലാതെ. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു തെളിവില്ലല്ലോ അക്ഷര. ചില സത്യങ്ങൾ തെളിയിക്കാൻ തെളിവുകൾ വേണ്ട, ആയുധത്തിന്റെ മൂർച്ച മതി. നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങ്. ഈ കാര്യത്തില് നിങ്ങൾക്ക് മുറിവ് പറ്റിയാലും ഞാൻ സഹിച്ചോളാം. പൊന്നുമണിയുടെ കരച്ചിലാ കാണാൻ വയ്യാത്തത്. പാവം. കുഞ്ഞിനെ കണ്ടുപിടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എവിടുന്ന്, എങ്ങനെ? പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. പോലീസിന്റെ അന്വേഷണത്തിന്റെ ചൂടൊക്കെ എത്ര ദിവസത്തേക്ക് കാണും അക്ഷര? ഏറിയാൽ ഒരാഴ്ച. ശരത്ത് തന്നെയാവും ഇതിനും പിന്നില്. ആ ശരവണനും. അവരെ പ്രതി ചേർത്ത് ഒന്ന് മൂവ് ചെയ്തൂടെ? സംശയിക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ അവരുടെ പേരുകൂടി ചേർത്ത് പറയാമെന്നല്ലാതെ എന്ത് തെളിവുണ്ട് നമ്മുടെ പക്കൽ? അല്ലാതെ വേറെ ആരാ പൊന്നുമണിയുടെ കുഞ്ഞിനെ കൊണ്ടുപോവാൻ? കൃത്യം ആ ദിവസം തന്നെ ശങ്കരമ്മാവന്റെ ഒരു പളനി യാത്രയും, അതും നിന്ന നിപ്പിൽ. പൊന്നുമണി തിരിച്ചു വന്നതിന്റെ നേർച്ചയാണെന്നാ പറഞ്ഞത്. പക്ഷേ കുഞ്ഞിനെ കാണാതായ സാഹചര്യത്തിൽ ആ യാത്ര തിരിച്ചടിക്കും അക്ഷര.
തിരിച്ചടിക്കുമെന്നോ? എങ്ങനെ? കുഞ്ഞിനെ ശങ്കരമാവും കൊണ്ടുപോയി എവിടെയെങ്കിലും ഉപേക്ഷിച്ചു എന്ന് പറയാലോ. പഴനിയിലോ മധുരയിലോ കാശിയിലോ. സ്വന്തം മകളുടെ കുഞ്ഞിനോട് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യൂ? പേരക്കുട്ടികളെ കൊന്നു കളഞ്ഞിട്ടുള്ള മുത്തശ്ശന്മാര് എത്രയോ പേരുണ്ട് അക്ഷര. പാവം ശങ്കരമാവൻ അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. പക്ഷേ ഇവിടെ എതിരാളികൾക്ക് കൗണ്ടർ ചെയ്ത് നിൽക്കാൻ ഒരു വലിയ സാധ്യതയായി പോയി ഈ പളനി യാത്ര. അയ്യോ, ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ഒളിച്ചോടിപ്പോയ മകൾക്ക് പിറന്ന കുഞ്ഞിനോട് മുത്തശ്ശന് വൈരാഗ്യമായിരുന്നു എന്നൊക്കെ അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും. പോലീസും ആ വഴിക്ക് ചിന്തിക്കും. എന്തായാലും ഒടുവിൽ സത്യമേ ജയിക്കൂ. അക്ഷര പറഞ്ഞത് ശരിയാ. പക്ഷേ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചതിന് ശേഷം മാത്രം ജയിക്കുന്നതാണ് സത്യം. കേട്ടിട്ടില്ലേ, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ 4 തവണ ലോകം ചുറ്റി കഴിയുമെന്ന്. താൻ കേറ്. ദേ, ആ, ശരത്വം വന്നിട്ട് വല്ല അരുളപ്പാടും നടത്തിയോ? എന്തെങ്കിലും പറഞ്ഞോ? മനോഹരേട്ടൻ എന്താ ഈ പറയുന്നേ? കുഞ്ഞിനെ എടുത്തോണ്ട് പോയത് ശരത്താണെന്ന് ചെന്ന് ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യത്തിനും മനോഹരേട്ടൻ എന്തിനാ ഇങ്ങനെ ശരത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കുറ്റം പറയാൻ പറ്റിയേ വേറെ ആരും ഈ വീട്ടിൽ ഇല്ലാത്തോണ്ടാ. എന്റെ പാർവതി, ഇതിന്റെയൊക്കെ പിന്നിൽ നടക്കുന്ന കളികളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നിന്നെക്കാൾ കൂടുതലേ ലോകം കണ്ടിട്ടുള്ള ആളാ ഞാൻ. പൊന്നുമണി ധൈര്യമായിട്ട് കേസിന് പോയി. നമ്മുടെ മുഖത്ത് നോക്കിയല്ലേ ആ കൊച്ചു പറഞ്ഞത് അവളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുമെന്നും. എന്നിട്ട് വല്ലവരുടെ കൊച്ചിനെയും കാണിച്ച് എൻ്റെ ജീവിതം തകർക്കാൻ ഒരു പെണ്ണ് വന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന ശരത്ത് മോൻ എന്താ ഒരു മാനനഷ്ട കേസ് കൊടുക്കാത്തെ? അച്ഛൻ അങ്ങനൊന്നും പറയണ്ട. ശരത്തേട്ടൻ മാനനഷ്ട കേസ് കൊടുക്കാത്തതേ അത് വേണ്ടെന്ന് വെച്ചിട്ടാ. ആ, അങ്ങനെ പറ. അതിനെ മാനം വേണം. കേസ് കൊടുത്താലേ മാനം ഉണ്ടെന്ന് കോടതി തെളിയിക്കണം. ശരത്തേട്ടന് ആവശ്യത്തിന് മാനവും അഭിമാനവും ഒക്കെ ഉണ്ട്. ശരത്തേട്ടനെ പ്രതിയാക്കാനായിട്ട് ഇവിടെ ചിലര് കിടന്ന് കൈയും കാലോട്ട് അടിക്കുക. ബാലശാപം ഉണ്ടാവും പോലും, ബാലശാപം. വല്ലവന്റെയും കൊച്ചിനെ ആരെങ്കിലും കൊണ്ടുപോയതിന് ഇവിടെ എങ്ങനെയാ ബാലശാപം വരുന്നത്? കുട്ടിയെ കാണാതായതിന് പിന്നിൽ ആരാണോ അവർക്ക് ബാലശാപം ഉണ്ടാവുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ദൈവത്തെ ഓർത്ത് ഇക്കാര്യം പറഞ്ഞ് ഇവിടെ ഒരു തർക്കം വേണ്ട. പൊന്നുമണിയുടെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കാം. എന്നിട്ട് കിട്ടുന്ന അരവണയും പ്രസാദവും ഒക്കെ തിന്നിട്ട് മിണ്ടാതെ മാറിയിരിക്കാം. എന്റെ പാർവതി, നീ എഴുതി വെച്ചു, പോലീസ് വണ്ടി ആദ്യം വരുന്ന ഈ വീട്ടിലേക്കായിരിക്കും. എന്റെ ദൈവമേ, ഇപ്പൊ തന്നെ ജീവിതം ഏതാണ്ട് മടുത്ത അവസ്ഥയാ. ഇനി എന്തൊക്കെ അനുഭവിക്കണോ എന്തോ. അമ്മേ, അച്ഛൻ പറഞ്ഞ ശരിയാ. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഒരു പൊടി കുഞ്ഞിനെയാ കാണാതായിരിക്കുന്നെ. മറ്റു കാര്യങ്ങളിലൊക്കെ പറഞ്ഞു നിൽക്കുന്ന പോലെയൊന്നും അല്ല ഇത്. നിങ്ങളെ പറച്ചില് കേട്ടാ തോന്നുമല്ലോ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി ശരത്തേട്ടൻ ഏതോ കുട്ടക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുവാന്ന്. പൊട്ടിക്കടിയിലാണെങ്കിലും വട്ടിക്കടിയിലാണെങ്കിലും തിരികെ കൊണ്ടുപോയി കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്.